എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് ഫിഷറീസ് അസിസ്റ്റൻ്റ് പരീക്ഷ 2025 നമ്മൾ ഫിഷറീസ് അസിസ്റ്റൻ്റ് പരീക്ഷ എഴുതിയവരാണ്. 2025 ഫിഷറീസിൻ്റെ അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം 2025 തന്നെ ഫിഷറീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫിഷറീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ ദാണ്ട ഫിഷറീസുകാർക്കും MSc സുവോളജിക്കാർക്കും ഒക്കെയുള്ള സന്തോഷ വാർത്തയുമായി പ്രൊജക്ട് ഓഫീസറും വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം പ്രൊജക്ട് ഓഫീസറിൻ്റെ കഴിഞ്ഞ വർഷം പരീക്ഷ നടന്നതാണ്. അപ്പോൾ ആ ലിസ്റ്റിന് ഇനി 6 മാസം കൂടി കാലാവധിയുണ്ട്. ആ സമയത്തേക്ക് പുതിയ പരീക്ഷ നടത്തി പുതിയൊരു റാങ്ക് പട്ടിക എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ, പ്രൊജക്ട് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പെക്സ് സൊസൈറ്റീസിലാണ്, അതായത് മത്സ്യഫെഡ് പോലെയുള്ള മത്സ്യഫെഡിലേക്കാണ് ഇപ്പോൾ എന്ത് വന്നിരിക്കുന്നത്, പ്രൊജക്ട് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഏതൊക്കെ ക്വാളിഫിക്കേഷൻ പ്രകാരമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നോക്കി ആദ്യം തന്നെ നമുക്ക് കാറ്റഗറി നമ്പർ നോക്കാം. 754/2025 ആണ് നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത്. എത്രയാ? 754 754/2025 ആണ്. നമ്മുടെ 2025 754 നമ്പർ വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ പ്രൊജക്ട് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം. പാർട്ട് 1 ജനറൽ കാറ്റഗറി ആണ്. ഓക്കെ, പാർട്ട് 2 ഉണ്ട്. ഫിഷർമെന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് 754. 755 ഫിഷർമാനും അവരുടെ ഡിപ്പെൻഡൻസിനും വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, നെയിം ഓഫ് ദ കൺസേൺ അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയിലേക്കാണ് എന്ത് വന്നിരിക്കുന്നത്, പ്രൊജക്ട് ഓഫീസർ വന്നിരിക്കുന്നത്. മത്സ്യഫെഡ് അടക്കമുള്ള സ്ഥാപനങ്ങളിലേക്കാണ് പ്രൊജക്ട് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 14,620 to 25,280 ആണ്. ഇത് പഴയ സ്കെയിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഈ സ്കെയിലിൽ മാറ്റം വരും കേട്ടോ. ഈ സ്കെയിൽ ആയിരിക്കത്തില്ല, ഇത് പഴയ സ്കെയിൽ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് മാറ്റം വരും. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് കേട്ടോ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണപ്പെടാത്ത ഒഴിവുകളാണ്, എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത ഒഴിവുകളാണ്. ഓക്കെ, അതുപോലെ നോക്കിയേ, ഏജ് ലിമിറ്റ് നോക്ക്. ഏജ് ലിമിറ്റ് ഒരു പ്രധാന ഘടകമാണ്. ഏജ് ലിമിറ്റ് നമുക്ക് നോർമലി 36 അല്ലേ, 18 to 36 ആണ് നോർമലി കേരള PSCയിൽ ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിനെന്താണ് 18 to 40 ആണ്. നോക്കി, ജനറൽ കാറ്റഗറിയിൽ 40 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഏത്, പ്രൊജക്ട് ഓഫീസർ. അപ്പോൾ ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാ? 2/1/1985 1/1/2007 മധ്യ ജനിച്ച എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, നമുക്കറിയാം OBC വിഭാഗക്കാർക്ക്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് SC/ST വിഭാഗക്കാർക്കൊക്കെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. OBCക്കാർക്ക് നമുക്കറിയാം 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉള്ളത്. ഏജ് റിലാക്സേഷൻ അപ്പം 43 വയസ്സ് വരെയുള്ള OBC വിഭാഗക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ട്. അപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും? SC/ST കാറ്റഗറിക്കാർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറൽ കാറ്റഗറി 40, OBC 43, SC/ST കാറ്റഗറിക്കാർക്ക് 45 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഏജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്ക് അവസരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ 36 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, ഇനി പരീക്ഷകൾക്കൊന്നും ഒരുങ്ങണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ടർക്ക് എന്താണ് ഒരു അവസരം, ഒരു വലിയ അവസരമാണ് വന്നിരിക്കുന്നത്. MSc സുവോളജി കഴിഞ്ഞ് അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് തിരികെ പിടിക്കാം, ജീവിതം തിരികെ പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രൊജക്ട് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, നമ്മൾ ഏജ് കണ്ടു, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ. ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പ്രൊജക്ട് ഓഫീസർ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് നോക്കി. MFSC ഉള്ളവർക്ക് ഫിഷറീസിൽ PG അല്ലെങ്കിൽ ഡിഗ്രി, BFSCയോ MFSCയോ. ഓക്കെ, BFSC അല്ലെങ്കിൽ MFSC. MSc അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ്, MSc അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസുകാർക്ക് അപ്ലൈ ചെയ്യാം. MSc മറൈൻ ബയോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MSc അപ്ലൈഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MSc അക്വാകൾച്ചർ ആൻഡ് ഫിഷറീസ് മൈക്രോബയോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം. MSc അക്വാകൾച്ചർ ആൻഡ് ഫിഷ് പ്രോസസിംഗുകാർക്ക് അപ്ലൈ ചെയ്യാം.
കൂടാതെ MSc സുവോളജി ഓഫ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പം നമുക്കറിയാം ഫിഷറീസിൽ തന്നെ ഒരുപാട് ഡിഗ്രിയും PG ഉണ്ട്. ഫിഷറീസിൽ തന്നെ നമുക്ക് ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അറിയാം ഒരുപാട് ഡിഗ്രി, പല ടൈപ്പ്, പല രീതിയിൽ, പല കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു PGയും ഡിഗ്രിയും ഒക്കെ ഉണ്ട് നമുക്ക് ഫിഷറീസ്. നമ്മുടെ ഫിഷറീസുകാരെ സംബന്ധിച്ച് അവരുടെ ഡിഗ്രിയും PGയൊക്കെ ഒരുപാട് സബ്ജക്റ്റിലുണ്ട്. അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റുകാർക്കും ഈ ഇക്വലൻസി ഉള്ള ഈ പറഞ്ഞിരിക്കുന്ന MFSC, BFSC, MSc, അപ്ലൈഡ് ഫിഷറീസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അക്വാകൾച്ചർ, ഫിഷറീസ് മൈക്രോബയോളജി, മറൈൻ ബയോളജി തുടങ്ങി ആ ഒരു ക്വാളിഫിക്കേഷൻ, അതേ ക്വാളിഫിക്കേഷൻ വരുന്ന മറ്റ് ഫിഷറീസ് ഡിഗ്രിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അവരെല്ലാം ഇക്വലന്റ് ആണ്, അതുകൊണ്ട് അവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ക്വാളിഫിക്കേഷൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഡിഗ്രിയോ ഉള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫിഷറീസിൽ PGയോ ഡിഗ്രിയോ ഒക്കെ ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും? MSc സുവോളജിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഗ്രി ഫിഷറീസ് ഓഫീസറിന് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊജക്ട് ഓഫീസറിന് പറ്റത്തില്ല. അതിന് MSc സുവോളജി തന്നെ വേണം കേട്ടോ. MSc സുവോളജി തന്നെ വേണം. ഓക്കെ. ഈ പ്രൊജക്ട് ഓഫീസർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 4/2/2026 4/2/2026 അപ്പോൾ നമ്മൾ ഫിഷറീസ് ഓഫീസർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫിഷറീസ് ഓഫീസറിനൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്നൊരു കോഴ്സ് കൂടിയാണ് ഏത്? നമ്മുടെ പ്രൊജക്ട് ഓഫീസറിൻ്റെ കോഴ്സ്. അത്യാവശ്യം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നൊക്കെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ആ അഡ്വൈസ് ഡീറ്റെയിൽസും റാങ്ക് ലിസ്റ്റും അതിൻ്റെ ഒരു ഫുൾ അനാലിസിസുമായിട്ട് നമുക്ക് ഇനിയും നമ്മുടെ മാസ്റ്റർ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അതിൻ്റെ അനാലിസിസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. ഈ ഒരു നോട്ടിഫിക്കേഷൻ വലിയൊരു നോട്ടിഫിക്കേഷനാണ്, വലിയൊരു അവസരമാണ്. നിങ്ങളിപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങി, ഫിഷറീസ് ഓഫീസറിന് വേണ്ടി പഠിച്ചു തുടങ്ങി. അപ്പോൾ പുതിയൊരു അവസരവും കൂടെ തുറന്നു കിട്ടുകയാണ്. അപ്പോൾ 2 പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, പഠനം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. പരീക്ഷകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയക്കാനൊന്നുമില്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾസ് കവർ ചെയ്ത് അതിൻ്റെ എക്സാംസും അതിൻ്റെ എന്താ പറയുക PYQ ഡിസ്കഷൻസും എക്സാംസും എല്ലാം നമ്മൾ ക്ലിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ഈ 2 പരീക്ഷകളും ഒരുപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും. രണ്ടും പക്ഷേ 2 സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് തന്നെ പോകാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പം ഈ ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ അറിഞ്ഞു, അപ്ലൈ ചെയ്തോളുക. എല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തോളുക. ഓക്കെ.